നഗരത്തിലെ തിരക്കേറിയ ഹോസ്പിറ്റലിലെ നേഴ്സാണ് മീര. വാർഡിലെ വേദനകൾക്കും മരുന്നിന്റെ മണത്തിനുമിടയിൽ അവൾ എന്നും സ്വന്തം സങ്കടങ്ങൾ മറക്കും. മീര ഒരു നേഴ്സ് മാത്രമായിരുന്നില്ല, അവിടെയുള്ള എല്ലാവരുടെയും സാന്ത്വനമായിരുന്നു. വിവാഹം കഴിഞ്ഞ് 10 വർഷമായിട്ടും ഒരു കുഞ്ഞിക്കാൽ കാണാൻ മീരയും ഭർത്താവ് മാധവനും കാത്തിരിക്കുകയായിരുന്നു. പല ചികിത്സകൾ നടത്തി പരാജയപ്പെട്ട് ഒടുവിൽ വിധിക്ക് കീഴടങ്ങിയിരിക്കുന്ന സമയം. ഒരു മഴയുള്ള രാത്രിയിലാണ് ആ സംഭവം നടക്കുന്നത്. ഫയൽസ് കംപ്ലീറ്റ് ആക്കുന്നതിനിടയിലാണ് ഒരു സ്ത്രീ ഒരു തുണിക്കെട്ട് ഉപേക്ഷിച്ചു പോകുന്നത് കണ്ടത്. മീര ഓടിച്ചെന്ന് നോക്കുമ്പോൾ തണുത്ത് വിറച്ച് ഒരു പെൺകുഞ്ഞ്. കുറച്ചു ദിവസം മാത്രം പ്രായമുള്ള ആ കുഞ്ഞിന്റെ ശ്വാസം നേർത്തു വരുന്നുണ്ടായിരുന്നു. അവൾ ആ കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. തന്റെ ചൂട് കുഞ്ഞിന് നൽകി. ആ നിമിഷം മീര തീരുമാനിച്ചു, ഇവൾ ഇനി എന്റെ മകളായിരിക്കും. നിയമപരമായ നൂലാമാലകൾ ഒരുപാടുണ്ടായിരുന്നു. പക്ഷേ മാധവന്റെ പൂർണ്ണ പിന്തുണയും മീരയുടെ നിശ്ചയദാർഢ്യവും കൊണ്ട് മാസങ്ങൾ നീണ്ട കാത്തിരിപ്പിന് ശേഷം അവർ ആ കുഞ്ഞിനെ ദത്തെടുത്തു. അവർ അവൾക്ക് നില എന്ന് പേരിട്ടു. നില വളർന്നു. അവൾ മീരയെപ്പോലെ തന്നെ മറ്റുള്ളവരുടെ വേദനകളിൽ പങ്കുചേരുന്ന പ്രകൃതക്കാരിയായി മാറി. നില മിക്കപ്പോഴും ജനലിലൂടെ ആകാശത്തേക്ക് നോക്കിയിരിക്കും. തന്റെ യഥാർത്ഥ മാതാപിതാക്കൾ ആരാണെന്ന് അവൾ ചോദിക്കുമോ എന്ന് മീര ഭയന്നിരുന്നു. എന്നാൽ ഒരിക്കൽ നില ചോദിച്ചത് മറ്റൊന്നായിരുന്നു. അമ്മേ, എല്ലാവരും പറയുന്നത് അമ്മയ്ക്ക് എന്നെ ആശുപത്രിയിൽ നിന്ന് കിട്ടിയതാണെന്നാണല്ലോ. അപ്പോൾ എന്റെ ശരിക്കുള്ള അമ്മ എവിടെയാണ്? മീരയുടെ ഉള്ളൊന്ന് വിറച്ചു. പക്ഷെ അവൾ പതറാതെ നിലയെ ചേർത്തുപിടിച്ചു പറഞ്ഞു, മോളുടെ ശരിക്കുള്ള അമ്മ ഞാനാണ്. നിന്നെ പ്രസവിച്ച ആൾക്ക് ചിലപ്പോൾ നിന്നെ നോക്കാൻ സാഹചര്യമില്ലാതിരുന്നിരിക്കാം. പക്ഷേ നിന്നെ വളർത്താൻ ദൈവം തിരഞ്ഞെടുത്തത് എന്നെയാണ്. സ്നേഹം കൊണ്ടാണ് ഒരാൾ അമ്മയാകുന്നത്, ചോര കൊണ്ടല്ല. വർഷങ്ങൾ കടന്നുപോയി. നില നേഴ്സിംഗ് പഠനം പൂർത്തിയാക്കി മീര ജോലി ചെയ്ത അതേ ആശുപത്രിയിൽ തന്നെ ജോലിക്ക് കയറി. ഒരു ദിവസം വാർഡിൽ തീരെ അവശയായ ഒരു പ്രായമായ സ്ത്രീയെ അഡ്മിറ്റ് ചെയ്തു. അവർക്ക് ആരുമില്ലായിരുന്നു. വൃക്കരോഗം ബാധിച്ച് അവസാന ഘട്ടത്തിലായിരുന്നു അവർ. അവരെ ശുശ്രൂഷിക്കാൻ നില മുന്നിലുണ്ടായിരുന്നു. മരണക്കിടക്കയിൽ വെച്ച് ആ സ്ത്രീ നിലയുടെ കൈ പിടിച്ചു കരഞ്ഞു. താൻ ഈ ഹോസ്പിറ്റലിൽ വെച്ച് വർഷങ്ങൾക്ക് മുൻപ് ഒരു കുഞ്ഞിനെ ഉപേക്ഷിച്ചു പോയ കഥ അവർ വിങ്ങലോടെ പറഞ്ഞു. സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ട് ചെയ്തതാണെങ്കിലും ഓരോ നിമിഷവും താൻ നീറുകയായിരുന്നു എന്ന് അവർ ഏറ്റുപറഞ്ഞു. നില ഞെട്ടിപ്പോയി. തന്റെ അമ്മയാകാം ഇതെന്ന തിരിച്ചറിവ് അവളെ ഉലച്ചു കളഞ്ഞു. അവൾ ഓടിച്ചെന്ന് മീരയെ കൂട്ടി വന്നു. ആ സ്ത്രീയെ കണ്ടയുടനെ മീരയുടെ കണ്ണുകൾ നിറഞ്ഞു. എല്ലാവരും കരുതിയത് നില ആ സ്ത്രീയോട് ദേഷ്യപ്പെടുമെന്നാണ്. എന്നാൽ നില ചെയ്തത് മറ്റൊന്നാണ്. അവൾ ആ സ്ത്രീയുടെ നെറ്റിയിൽ ഉമ്മ വെച്ചു പറഞ്ഞു, നിങ്ങൾ എന്നെ ഉപേക്ഷിച്ചില്ലായിരുന്നെങ്കിൽ എനിക്ക് ഈ ലോകത്തിലെ ഏറ്റവും നല്ല അമ്മയെ കിട്ടില്ലായിരുന്നു. നിങ്ങളുടെ ആ ഒരു പ്രവൃത്തിയാണ് എനിക്ക് 2 അമ്മമാരെ തന്നത്. എനിക്ക് നിങ്ങളോട് പരാതിയില്ല. ആ സ്ത്രീയുടെ അവസാന നിമിഷങ്ങളിൽ ഒരു മകളുടെ സ്ഥാനത്ത് നിന്ന് നില അവരെ പരിചരിച്ചു. അവർ കണ്ണടച്ചത് ഒരു വലിയ ഭാരം ഒഴിഞ്ഞ ആശ്വാസത്തോടെയായിരുന്നു. മീര അഭിമാനത്തോടെ തന്റെ മകളെ നോക്കി നിന്നു. താൻ നൽകിയ സ്നേഹം ഒരിക്കലും വെറുതെയായില്ലെന്ന് മീര തിരിച്ചറിഞ്ഞു. പ്രസവിക്കാതെ തന്നെ അവൾ ഒരു പൂർണ്ണ അമ്മയായി മാറി. കൂടുതൽ കഥകൾ കേൾക്കാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്കും കമന്റ് ബോക്സിൽ അനുഭവങ്ങൾ പങ്കുവെക്കാം. ശുഭദിനം.